നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് ചേരുന്ന കുട്ടികൾക്ക് ഫിസിക്സ് 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് ആയാലും CBSE ആയാലും ICSE മാത്രമേ ഉള്ളൂ അത്യാവശ്യം പഠിക്കാൻ. ബാക്കിയുള്ളതൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. +1 അതുപോലെ പഠിക്കാനുണ്ട്. ഫിസിക്സ് 15 ചാപ്റ്ററാണ്, 2 ടെക്സ്റ്റാണ്. ആദ്യത്തെ ടെക്സ്റ്റിനകത്ത് 7 ചാപ്റ്ററും രണ്ടാമത്തെ ടെക്സ്റ്റിനകത്ത് 8 ചാപ്റ്ററും. കുറച്ച് ഡിലീറ്റഡ് പോർഷൻസൊക്കെ ഉള്ളതൊഴിച്ചാൽ ചാപ്റ്റർ വൈസ് ഒന്നും ഒരു ചാപ്റ്റർ പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ഫിസിക്സ് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പ്രോബ്ലം നോക്കുമ്പോൾ പല കുട്ടികൾക്കും പേടിയാണ്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ചാപ്റ്റർ 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. ഇതിനകത്ത് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ നല്ല സൂപ്പറായിട്ട് പഠിച്ചാൽ പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടത്തില്ല. അതായത് ആ രീതിയിലാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് കുട്ടികളാണെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അന്നേരം നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ തുടങ്ങുന്നത്, ഞാൻ ചാപ്റ്ററിലോട്ട് അങ്ങ് പോവുകയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? വാട്ട് ഈസ് മീൻ ബൈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പക്ഷേ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ചില ക്വാണ്ടിറ്റീസ് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം. അവിടെ ഇപ്പോൾ ഉദാഹരണം, ഒരാളുടെ മാസ്, എൻ്റെ മാസ് ഇപ്പോൾ 80 കിലോയാണ്. ഒരു വെയിങ് മെഷീൻ വയ്ക്കുമ്പോൾ എനിക്ക് 80 കിലോ എന്ന് കാണാം. നമുക്ക് സമയം ഒരു ക്ലോക്കിൽ നോക്കുമ്പോൾ നമുക്ക് സമയം 2 മണി അല്ലെങ്കിൽ 3 മണി നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം, അല്ലേ? അന്നേരം ലെങ്ത്, ഇപ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഇവിടുത്തെ ലെങ്ത് എടുക്കുന്ന ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര മീറ്റർ നമുക്ക് മെഷർ ചെയ്യാം. അതൊക്കെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്ന. അന്നേരം മാസ്, ലെങ്ത്, ടൈം, ഈ 3 നിങ്ങൾ എപ്പോഴും ഓർമ്മ വെച്ചോണം. മാസ്, ലെങ്ത്, ടൈം, ഈ 3 പുലിക്കുട്ടികളാണ്. ഇവന്മാരാണ് മെയിൻ കക്ഷികൾ. ഇത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നവരാണ് ഇവർ. മാസ്, ലെങ്ത്, ടൈം. ഇൻഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാമല്ലോ. ഇപ്പം ഒരാളുടെ ഡെൻസിറ്റി, ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റി മനസ്സിലാക്കണമെങ്കിൽ മാസ് ബൈ വോളിയം. മാസ് നമുക്ക് കണ്ടുപിടിക്കാം, വോളിയം കണ്ടുപിടിക്കണം, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്താലേ ഡെൻസിറ്റി കിട്ടത്തുള്ളൂ. വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അതായത് ആക്സലറേഷൻ വെലോസിറ്റി ബൈ ടൈമാണ്. ഇതെല്ലാം ഇൻഡയറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത്. അന്നേരം ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും പറയുന്ന പൊതുവായ പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്നാൽ അതിന് ഏതൊക്കെ എക്സാമ്പിൾ പറയാം? മാസ് പറയാം, ലെങ്ത് പറയാം, ടൈം പറയാം, വെലോസിറ്റി പറയാം, ആക്സലറേഷൻ പറയാം, ഡെൻസിറ്റി പറയാം. നിങ്ങൾ 2-3 എക്സാമ്പിളെങ്കിലും ഓർത്തിരിക്കുക. അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ക്ലിയർ ആണല്ലോ? പക്ക ക്ലിയർ ആണ്. ഒന്നുകൂടെ കേട്ട് നോക്കുക. യൂണിറ്റ് എന്താണ്? യൂണിറ്റിന് പ്രത്യേക വാട്ട് ഈസ് മൈ യൂണിറ്റ് എന്ന് ചോദിക്കത്തില്ല. നമുക്കറിയാം, ഇപ്പം ആംബിയർ എന്ന് പറയുമ്പം തന്നെ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരും കറണ്ടിൻ്റെ യൂണിറ്റാണ്. റെസിസ്റ്റൻസിൻ്റെ ഓം എന്ന് പറയുമ്പോൾ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയും. അതൊരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ്. ഉള്ളതില്ല, ഒരാളെ റെഫർ ചെയ്തു ഞാൻ എന്ന് പറയുന്ന പോലെ ഒരു റെഫറൻസ് മെഷർമെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഏത് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ല, വാട്ട് ഈസ് മെൻ ബൈ യൂണിറ്റ് എന്നും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. എന്താണ് യൂണിറ്റ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത് മുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാസും ലെങ്തും ടൈമുമാണ്. ഈ 3 പേരും വളരെ പ്രത്യേകതയുള്ളവരാണ്. വേറെ ഒന്നിൽ നിന്ന് ഇത് ഡിറൈവ് ചെയ്ത് കിട്ടുന്നൊന്നുമല്ല. പക്ഷെ ഇവരിൽ നിന്ന് ഡിറൈവ് ചെയ്യാം ബാക്കിയുള്ളതൊക്കെ. ഇവരിൽ നിന്ന്, അതായത് മാസും ലെങ്തും ടൈമിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്യാം. പക്ഷേ ഒന്നിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ട് ഡിറൈവ് ചെയ്ത് കിട്ടുന്നതല്ല. അന്നേരം ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ആൾക്കാരാണ് ഏത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഈ 3 മാസ്, ലെങ്ത്, ടൈം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ ലെറ്ററുകൾ എഴുതുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഡയമെൻഷൻ എഴുതുമ്പം മാസിൻ്റെ M, ലെങ്തിൻ്റെ L, ടൈമിൻ്റെ T, MLT ഫോം എന്ന് വരും. MLT ഫോം. പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഫണ്ടമെൻ്റലായിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ഉദാഹരണം വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്താണ്. ഒരു ലെങ്ത് എന്ന് പറയുന്നതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അന്നേരം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, അന്നേരം 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, യൂണിറ്റ് എന്താണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്. അത് കഴിഞ്ഞ്
അടുത്തത് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കോമൺ സിസ്റ്റം 4 അവിടെ. ആദ്യത്തത് CGS സിസ്റ്റം, അടുത്തത് FPS സിസ്റ്റം, അടുത്തത് MK സിസ്റ്റം, അടുത്തത് SI സിസ്റ്റം. അന്നേരം സിസ്റ്റംസ് 4 ആദ്യത്തത് CGS. CGS എന്ന് പറയുമ്പോൾ തന്നെ C എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററാണ്. സാധാരണ സെൻറ്റിമീറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലെങ്തിന് വേണ്ടിയാണ്. സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്. ഗ്രാം, G എന്ന് പറയുന്നത് ഗ്രാം ആണ്. ഗ്രാം ഏതിനെ സൂചിപ്പിക്കുന്നതാണ്? മാസിനെ സൂചിപ്പിക്കുന്നതാണ്. S എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. അന്നേരം CGS എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ഫോർ ലെങ്ത്, മാസ്, ടൈം. അത്രയും ഓർത്താൽ മതി. FPS ഇതുപോലെ തന്നെ. F എന്ന് പറഞ്ഞാൽ ഫൂട്ട് എന്നാണ്. ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്ര അടി. നമ്മൾ പറഞ്ഞില്ലേ എനിക്ക് 6 അടി നീളം, 5 അടി നീളം. അതെന്തിനാ? ലെങ്തിനെ സൂചിപ്പിക്കുന്നതാണ്. പൗണ്ട്, ഇത്ര പൗണ്ട് സ്വർണം എന്ന് പറഞ്ഞാൽ മാസാണ്. അന്നേരം അത് സഭയിട്ട് മാസിനെ സൂചിപ്പിക്കുന്നതാണ്. S എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്, അത് ടൈമിനെ സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ ആയി? അടുത്ത MKS. M എന്ന് പറഞ്ഞാൽ മീറ്ററാണ്. സെൻറ്റിമീറ്ററും മീറ്ററും ഒക്കെ കിലോമീറ്ററും ഒക്കെ ഏതിനെയാണ്? ലെങ്തിനെ സൂചിപ്പിക്കുന്ന. കിലോഗ്രാം മാസിനെ സൂചിപ്പിക്കുന്ന, സെക്കൻഡ് ടൈമിനെ സൂചിപ്പിക്കുന്ന. അന്നേരം 3 നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണ്? നിങ്ങളോട് എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. CGS സിസ്റ്റം, FPS സിസ്റ്റം, MK സിസ്റ്റം, SI സിസ്റ്റമാണ് 4. ഇവൻ പുലിയാണ്. SI സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ പറയുന്ന പേരാണ് SI സിസ്റ്റം. ഈ SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റും അതിൻ്റെ സിമ്പിളും ഉണ്ട്. കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ഇത് കഴിയുമ്പോൾ പഠിച്ചിരിക്കും, സംശയം വേണ്ട. ആദ്യത്തെ ഏതായിരിക്കും? ഓട്ടോമാറ്റിക്കാണ്. ഞാൻ പറഞ്ഞു ഈ 3 സംഘത്തെ നമ്മൾ മറക്കരുത്. മാസ്, ലെങ്ത്, ടൈം. മാസ്, ലെങ്ത്, ടൈം. ഇതാണ് ആദ്യത്തെ 3. അന്നേരം മാസ്, ലെങ്ത്, ടൈം. ടൈം കഴിഞ്ഞാൽ അടുത്തത് കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ അതേ സ്പെല്ലിംഗ് തുടങ്ങുന്ന, എന്നാൽ ടെമ്പറേച്ചർ. 5 ഇലക്ട്രിക് കറണ്ട്, 6 ലൂമിനസ് ഇൻറ്റൻസിറ്റി, 7 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതായത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം. 3. അടുത്തത് ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇനി ഇതിൻ്റെ എല്ലാ യൂണിറ്റ് നമുക്ക് നോക്കാം, സിമ്പിൾ നോക്കാം. മാസിന് ഗ്രാമും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കിലോഗ്രാം ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ആംബിയർ പറയുന്നു, ചാർജിൻ്റെ കൂളംബ് എന്ന് പറയുന്നതൊക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്. അന്നേരം കിലോഗ്രാം ആണ് ഡിനോട്ട് ചെയ്യുന്നത് kg എന്നാണ്. ലെങ്തിൻ്റെ മീറ്റർ ആണ് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ m എന്നാണ്. ടൈമിൻ്റെ സെക്കൻഡ് ആണ് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ s എന്നാണ്. ടെമ്പറേച്ചറിൻ്റെ കെൽവിനാണ് നമ്മൾ ഡിഗ്രി സെൽഷ്യസ്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്, 100 കെൽവിൻ എന്നൊന്നും പറയത്തില്ല. അന്നേരം നമ്മൾ ബോധം കിട്ടി വീഴും. 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. ഇതൊക്കെ ടെമ്പറേച്ചർ അളക്കുന്ന യൂണിറ്റ്സ് ആയിട്ട് പറയുന്നതാണ്. പക്ഷേ മെയിൻ, അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്, ഡിനോട്ട് ചെയ്യുന്നത് K ആണ്. ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ്, ഡിനോട്ട് ചെയ്യുന്നത് A ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി ആ ബാക്കി തന്നെ ഉണ്ട്. എത്രമാത്രം ഇൻറ്റൻസിറ്റി, അതിൻ്റെ യൂണിറ്റ് കാൻഡിലാണ്, CD എന്നാണ്. സ്മോൾ c കൊടുത്താൽ മതി, സ്മോൾ d, കാൻഡില. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്, MOLE. അത് ഡിനോട്ട് ചെയ്യുന്നത് MOL എന്നാണ്, മോൾ. അന്നേരം ഇതാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അതിൻ്റെ യൂണിറ്റ്സ്, അതിൻ്റെ സിമ്പിൾ. ക്ലിയർ ആയോ? ഇനി സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. സപ്ലിമെൻ്ററി യൂണിറ്റ്സും ഈ പറഞ്ഞ പോലെ 2 എണ്ണമാണ്. 7 എണ്ണം ഉണ്ട് ഫണ്ടമെൻ്റൽ, 2 എണ്ണം സപ്ലിമെൻ്ററിയാണ്. സപ്ലിമെൻ്ററി യൂണിറ്റ്സ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പഠിക്കേണ്ട, എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റാണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് റേഡിയൻ, ഡിനോട്ട് ചെയ്യുന്നത് RAD. സോളിഡ് ആംഗിളിൻ്റെ സ്റ്റെറേഡിയൻ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ r, SR. 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ഉണ്ട്. ഒന്ന് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിൻ്റെ റേഡിയനും RAD എന്ന് അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ. സോളിഡ് ആംഗിളിൻ്റെ സ്റ്റെറേഡിയനും അത് ഡിനോട്ട് ചെയ്യുന്ന SR.
ഇപ്പം നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് പഠിച്ചത്? CJ സിസ്റ്റം, FPS സിസ്റ്റം, MK സിസ്റ്റം, SI സിസ്റ്റം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ CJ സിസ്റ്റവും SI സിസ്റ്റമാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് SI സിസ്റ്റം. അതിനകത്ത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അതിൻ്റെ യൂണിറ്റ് സിമ്പിൾ, 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് അതിൻ്റെ യൂണിറ്റ് സിമ്പിൾ. ഇനി അത് ഒരെണ്ണം നമ്മൾ തുടങ്ങിയാൽ എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്യണം, തീർത്തിരിക്കണം. അങ്ങനെ തീർക്കുന്നതാണ് അഡ്വാൻറ്റേജ് ഓഫ് SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ നമ്മൾ ഇത്രയും പഠിച്ചിട്ട് അതിന് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ട്. എന്തോ അഡ്വാൻറ്റേജ്? ആദ്യത്തെ ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ആണ്. ഇപ്പം ലണ്ടനിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്, ഇന്ത്യയിൽ അത് മാറ്റാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ ആംബിയർ ആണ്, അല്ലെങ്കിൽ നമുക്ക് അമേരിക്കയിൽ ട്രംപ് പറഞ്ഞിട്ടത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. അന്നേരം ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തതാണ് SI സിസ്റ്റം. ദി സിസ്റ്റം ഈസ് കൊഹറൻറ്റ്. എല്ലായിടത്തും കൊഹറൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ്. അന്നേരം എല്ലായിടത്തും സെയിം ആണ്. കോംപ്രിഹെൻസീവ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് യൂണിറ്റ്സ് SI സിസ്റ്റം ഉണ്ട്. 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് SI സിസ്റ്റത്തിന് യൂണിറ്റുകളുണ്ട്. അത് കോംപ്രിഹെൻസീവ് ആണ്. അന്നേരം ഇതാണ് അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ്, സിസ്റ്റം ഈസ് കൊഹറൻറ്റ്, ഇറ്റ് ഈസ് കോംപ്രിഹെൻസീവ്. ക്ലിയർ ആയോ? ഇനി സം ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. അന്നേരം ഇത്രയും നല്ലതുപോലെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഒരു സംശയങ്ങളും നിങ്ങൾക്കില്ല. നമുക്ക് ഈ ഒരു ടോപ്പിക് കൂടെ കൊണ്ട് ഒരു ചെറിയ പോർഷൻ നിങ്ങൾ നല്ല വ്യക്തമായിട്ട് എഴുതിയൂടെ പഠിച്ച് നല്ല മനസ്സിലാക്കി പഠിച്ചാൽ ഫിസിക്സ് വളരെ സിമ്പിളാണ്, പവർഫുള്ളുമാണ് കേട്ടോ. സം ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്തിനകത്ത് ആദ്യത്തത് ലൈറ്റ് ഇയർ ആണ്. ഡിനോട്ട് ചെയ്യുന്നത് LY എന്നാണ്. സ്മോൾ l, സ്മോൾ y. എന്താണ് ലൈറ്റ് ഇയർ? ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year ത്രൂ വാക്യൂം. വാക്യൂമിൻ്റെ സ്പെല്ലിംഗ് ഓർത്തോണേ, എല്ലാവരും തെറ്റിക്കുന്നതാണ്. VACCUM അല്ല, VACUUM ആണ് കേട്ടോ. വാക്യൂം തെറ്റിക്കരുതേ, വാക്യൂം. അന്നേരം എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? പ്രകാശവർഷം. അന്നേരം ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 year ത്രൂ വാക്യൂം. ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കാൻ, വാക്യത്തിനകത്തൂടെ ലൈറ്റ് സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരത്തെ പറയുന്ന പേരാണ് ലൈറ്റ് ഇയർ. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 × 10⁻15 മീറ്റർ. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1 ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.46 × 10⁻15 മീറ്റർ. എന്താണ് ലൈറ്റ് ഇയർ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത് astronomical unit, denoted letter AU എന്നാണ്. ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് ദി എർത്ത്, ഓർ ഇറ്റ് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 planets. സണ്ണ്, സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആകാം 2 പ്ലാനറ്റ്സിനിടയിലുള്ള. ഏതൊക്കെയാണ് 2 പ്ലാനറ്റ്സ്? ഇപ്പം എർത്ത് ഒരു പ്ലാനറ്റാണ്. എർത്തും നമ്മുടെ നെപ്റ്റ്യൂണോ അല്ലെങ്കിൽ സാറ്റേൺ, യുറാനസോ, മാഴ്സോ ഒക്കെ തമ്മിലുള്ള 2 പ്ലാനറ്റ്സിനിടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയും നമുക്ക് എന്തെന്ന് പറയാം? അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം. 1 astronomical unit എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ 1 astronomical unit ഈസ് ഈക്വൽ ടു 1.50. ചില സ്കൂളിലൊക്കെ 1.54 എന്നോ 1.49 എന്നൊക്കെ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അതൊന്ന് റൗണ്ട് ചെയ്യുന്നേ ഉള്ളൂ ഞാൻ. പക്ഷേ ഈ പവർ നിങ്ങൾ റൗണ്ട് ചെയ്യരുത്. ഓക്കെ, 1.50 × 10⁻11 മീറ്റർ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് 2 എണ്ണം നിങ്ങൾ അതിൻ്റെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന മാത്രം പഠിച്ചാൽ മതി. അന്നേരം 1 parsec PC എന്ന് എഴുതാം. 1 parsec എന്ന് പറഞ്ഞാൽ 3.08 × 10⁻16 മീറ്റർ. 16 3.08 × 10⁻16 മീറ്റർ. 1 angstrom, angstrom എന്ന് എഴുതുന്നത് 7 മണ്ടയ്ക്ക് ഇങ്ങനെ 0 എടുക്കുക. 1 angstrom എന്ന് പറഞ്ഞാൽ 1 × 10⁻10 മീറ്റർ. 1 × 10⁻10 മീറ്റർ. എന്നിട്ട് ഈ സം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ലെങ്തിൻ്റെ നിങ്ങൾ ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, രണ്ടിൻ്റെ ഡെഫിനിഷനും അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പഠിക്കണം. അതോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടതാണ് ഏതൊക്കെ? പാർസക്കും ആങ്സ്ട്രം. അതിൻ്റെ ഒന്നും ഡെഫിനിഷൻ വേണ്ട, അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അടുത്ത നിങ്ങൾക്ക് വേണ്ട, സിലബസിൽ വേണ്ടാത്തതാണ് ഇപ്പം പാരലാക്സ് മെത്തേഡും റിഫ്ലക്ഷൻ മെത്തേഡും ഒന്നും വേണ്ട. ഇതൊന്നും വേണ്ട, ഞാൻ ക്രോസ് ഇട്ടേക്കുന്നൊന്നും വേണ്ട. പിന്നെ ഇവിടെ നിങ്ങൾ റിഫ്ലക്ഷൻ മെത്തേഡിൽ ഈ 2 വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. ഇത് വേണ്ടെങ്കിലും അങ്ങ് പഠിച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കുക അങ്ങനെയൊക്കെ. റഡാർ, നമ്മൾ യുദ്ധങ്ങളൊക്കെ ഇപ്പം നടക്കുമ്പം റഡാർ എന്ന് പറയുന്ന വാക്കിന് വളരെ 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 പ്രസക്തിയുണ്ട്.
റഡാർ എന്ന് പറഞ്ഞാൽ റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ്. ഉറങ്ങില്ല കേട്ടല്ലോടെ. അവിടെ ഏത് തരം വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ റേഡിയോ വേവ്സ് ആണ്. അങ്ങനെയാണ് ഈ സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട്, നോട്ടിനകത്ത് സൗണ്ട് എന്നില്ല കേട്ടോ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. NAR എന്ന് വെച്ചാൽ നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. അന്നേരം സൗണ്ട് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അവിടെ സൗണ്ട് വേവ്സ് അല്ല ഉപയോഗിക്കുന്ന, ഓർത്തോണം, അൾട്രാസോണിക് വേവ്സ് ആണ് ട്രാൻസ്മിഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. റഡാറിൽ യൂസ് ചെയ്യുന്ന ഏതാ? റേഡിയോ വേവ്സ്. എന്നാൽ സോണാറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാസോണിക് വേവ്സ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയമെൻഷൻസിലോട്ട് പോവാം. ഇനി ഈ ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ അറിഞ്ഞിരിക്കണം, ഡയമെൻഷൻസ്. പല കുട്ടികൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡയമെൻഷൻസ് പഠിച്ചില്ലെങ്കിൽ ഇതിനകത്തൊരു 6 മാർക്കോ 7 മാർക്കോ ഈ ചാപ്റ്ററിന് മൊത്തത്തിലുള്ള 7 മാർക്കോ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് പഠിക്കാം, വളരെ വളരെ സിമ്പിളായിട്ട് പഠിക്കാം. പക്ഷേ അത് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മറക്കത്തേ ഇല്ല, അടിപൊളിയാണ്. അതായത് ഇനി ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഡയമെൻഷൻസാണ്. ഡയമെൻഷൻസ് നമ്മൾ ഒരു 10-20 ക്വാണ്ടിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അന്നേരം നമുക്ക് ഡയമെൻഷൻസിലോട്ട് പോകാം. ഓക്കെ.